ഇത് വളരെ പണ്ട് നടന്ന ഒരു കഥയാണ്. ഒരു കാട്ടിൽ വളരെ ദയാലുവായ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിംഹത്തെ എല്ലാ മൃഗങ്ങൾക്കും ഇഷ്ടമായിരുന്നു. സിംഹത്തിന്റെ ഒരു ബന്ധു സഹോദരനായ കുമാൻ സിംഗിന് പക്ഷേ രാജാവിന് ഇഷ്ടമല്ല. ഒരു ദിവസം ഗുമൻ സിംഗ് കൂട്ടുകാരനായ കാലുവിനോട് പറഞ്ഞു, എന്റെ ബന്ധുവായ ഷേർ സിംഗിനെ കണ്ടിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. നീ പറഞ്ഞു വരുന്നത് മനസ്സിലായില്ല. എടാ, ഈ കാട്ടിലെ രാജാവാവേണ്ട സിംഹം ഞാനാണ്, അവനല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാജാവിനോട് യുദ്ധം ചെയ്യണം. ശരിയാണ്, മാത്രമല്ല ആ യുദ്ധം ജയിക്കുകയും വേണം. സിംഹരാജാവിനെ നിനക്ക് തോൽപ്പിക്കാൻ പറ്റുമോ? എടാ, നിനക്കറിയില്ലേ, സിംഹരാജാവ് എന്നെക്കാളും 10 മടങ്ങ് ശക്തനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സൂത്രം ഒപ്പിച്ചാലോ? നമ്മുടെ കാട്ടിലൊരു അഘോരിയില്ലേ? അഘോരിയോ? അതെ, ആ അഘോരി സ്വാമിക്ക് എന്ത് ശക്തിയാന്ന് നിനക്കറിയോ? അദ്ദേഹം മാത്രം നിന്നെ അനുഗ്രഹിച്ചാല് പിന്നെ നിന്നെ ജയിക്കാൻ ആരും ഇല്ലല്ലോ. കാലു ചെന്നായുടെ വാക്കുകൾ കേട്ട് കുമൻ പറഞ്ഞു, എന്നാൽ ഞാൻ ആ അഘോരിയെ പോയി കാണാം. പിറ്റേ ദിവസം തന്നെ ഗുമാൻ സിംഹം അഘോരിയെ കാണാൻ ചെന്നു. പറയൂ മകനെ, നീ എന്തിനാണ് ഇവിടെ വന്നത്? സ്വാമിയുടെ ആശീർവാദം വാങ്ങിക്കാനാ ഞാൻ ഇവിടെ വന്നത്. അല്ല, നീ സിംഹരാജാവിന്റെ ബന്ധുവല്ലേ? അതെ, അങ്ങയോടൊരു സഹായം തേടിയാണ് ഞാനിവിടെ വന്നത്. എന്ത് സഹായം? സ്വാമിജി, എന്റെ ചേട്ടനെ തോൽപ്പിച്ച് ഈ കാടിന്റെ രാജാവാകാനുള്ള ശക്തി എനിക്ക് തരണം. ഗുമൻ സിംഹത്തിന്റെ ആവശ്യം കേട്ട സന്യാസി ആലോചിച്ചു പറഞ്ഞു, ശരി, ഞാൻ നിനക്ക് അങ്ങനെ ഒരു ശക്തി തരാം. പക്ഷെ പകരം നീ എനിക്ക് എന്ത് തരും? സ്വാമി ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് നീ രാജാവാകാൻ എന്തും ചെയ്യുമല്ലേ? അതെ. ശരി, ഞാൻ നിനക്ക് അസുരശക്തി നൽകാം. ഈ ശക്തി ഉപയോഗിച്ച് നീ സിംഹരാജാവിനെ തോൽപ്പിച്ച് ഈ കാടിന്റെ രാജാവാകാം. പക്ഷേ നീ രാജാവായ ശേഷം ഞാൻ എന്ത് ചോദിച്ചാലും നീ എനിക്കത് തന്നിരിക്കണം. ഞാൻ എന്റെ വാക്ക് തരുന്നു സ്വാമി. ഞാൻ രാജാവായ ശേഷം നിങ്ങൾ എന്തു ചോദിച്ചാലും ഞാൻ നടത്തിത്തരും. പെട്ടെന്ന് തന്നെ അഘോരിയുടെ കണ്ണുകളിൽ നിന്നും പുറപ്പെട്ട ഒരു ചുവന്ന രശ്മി സിംഹത്തിൽ പതിച്ചു. ഗൂമൻ സിംഹത്തിന് തന്റെ ശക്തി വർദ്ധിച്ചതായി തോന്നി തുടങ്ങി. ഞാൻ ശക്തനായി. പോകൂ സിംഹമേ, നിന്റെ ആഗ്രഹം സഫലമാകട്ടെ. ഉടനെ തന്നെ അവൻ സിംഹരാജാവിന്റെ അടുത്തേക്ക് പോയി. സിംഹരാജാവേ, ഞാൻ നിന്നെ പോരിന് ക്ഷണിക്കുന്നു. നിനക്കറിയില്ലേ ഗുമൻ സിംഗ്, നിനക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന്. പിന്നെന്തിനാണ് നീ എന്നോട് പോരിടാൻ വാ, അപ്പൊ നിനക്ക് മനസ്സിലായിക്കോളും. നിനക്ക് നിന്റെ ജീവനോട് ഇഷ്ടമില്ലേ ഗുമൻ? സിനിമാ സംഭാഷണമൊന്നും ഇവിടെ വേണ്ട. നീ പോരിന് വരുന്നോ ഇല്ലയോ, വേഗം പറ. ഗുമൻ സിംഹത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് സിംഹരാജാവ് അവനോടൊപ്പം യുദ്ധം ചെയ്യാൻ തുടങ്ങി. അഘോരിയിൽ നിന്നും ലഭിച്ച ആസുര ശക്തി ഉള്ളതുകൊണ്ട് ഗുമൻ സിംഹം എളുപ്പത്തിൽ ജയിച്ചു. ഈ ഗുമൻ എപ്പോഴാണ് ഇത്ര ശക്തിശാലിയായത്? എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴെന്റെ ജീവൻ രക്ഷിക്കുകയാണ് എനിക്ക് വേണ്ടത്. സിംഹരാജാവ് തന്റെ ജീവൻ സൂക്ഷിക്കാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഗുമൻ രാജാവായി. പിറ്റേ ദിവസം അവൻ തന്റെ സിംഹാസനത്തിൽ അഹങ്കാരത്തോടു കൂടി ഇരിക്കുമ്പോൾ അഘോരി എത്തി. സ്വാഗതം സ്വാമി, സ്വാഗതം. സ്വാഗതമല്ല വേണ്ടത്, നീ തന്ന വാക്കാണ്. നിനക്ക് ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതെ സ്വാമി, എനിക്ക് ഓർമ്മയുണ്ട്. പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഓരോ ദിവസവും എന്റെ ഭക്ഷണത്തിനായി നീ ഒരു മൃഗത്തെ കൊന്ന് എനിക്ക് എത്തിച്ചു തരണം. അത് ശരി, ഇത്രയേ ഉള്ളൂ? അതെ, ഇതെനിക്കൊരു വലിയ കാര്യമേ അല്ല. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം എത്തിച്ചു തരുന്നതായിരിക്കും. അന്നു മുതൽ എല്ലാ ദിവസവും ഗുമൻ സിംഹം ഒരു മൃഗത്തെ വേട്ടയാടി അഘോരിയുടെ ഭക്ഷണമായി അവിടെ എത്തിക്കുമായിരുന്നു. ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു. കാട്ടിലെ മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേ വന്നു. ഇത് മൃഗങ്ങളെ വിഷമിപ്പിച്ചു. ഒരു ദിവസം രാത്രിയിൽ ബല്ലുകുരങ്ങൻ മൃഗസഭ കൂട്ടി. കൂട്ടുകാരെ, പുതിയ രാജാവ് വന്ന ശേഷം കാട്ടിലെ മൃഗസംഖ്യ കുറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ? ഇതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നാളെ നമ്മളും ഉണ്ടാവില്ല. ശരി, നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ ശരിക്കുള്ള രാജാവിനെ പോയി കാണണം. ആ, നീ പറഞ്ഞത് ശരിയാണ്. പഴയ സിംഹരാജാവിനെ പോയി കണ്ട് കാര്യം പറഞ്ഞ് എന്താ ചെയ്യണം ചോദിക്കാം. രാജാവിനെ പോയി കണ്ട മൃഗങ്ങളൊക്കെ വളരെ വിഷമത്തോടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നു. എനിക്ക് 2 ദിവസം തരൂ. ഞാനൊന്ന് ശരിക്കും ആലോചിച്ചൊരു ഉത്തരം കണ്ടെത്താം. രാജാവിന്റെ വാക്കുകൾ വിശ്വസിച്ച് മൃഗങ്ങളൊക്കെ വീടുകളിലേക്ക് മടങ്ങി. അന്ന് തന്നെ സിംഹരാജാവ് ശിവക്ഷേത്രത്തിലേക്ക് പോയി. മഹാദേവ, എന്റെ പ്രജകളുടെ ദുഃഖം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റുന്നില്ല. എനിക്കും എന്റെ ശക്തി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ദുഷ്ടനായ ഗുമനെ തോൽപ്പിച്ച് എനിക്ക് കാട് തിരിച്ചു പിടിക്കണം. ഭഗവാനെ, എനിക്ക് ശക്തി നൽകൂ. പെട്ടെന്ന് സിംഹത്തിന്റെ കാതരികിൽ ഒരു മനുഷ്യ ശബ്ദം കേട്ടു. വിഷമിക്കേണ്ട ആവശ്യമില്ല, ഭഗവാൻ നീ പറഞ്ഞതൊക്കെ കേട്ടിരിക്കുന്നു.
തിരിഞ്ഞു നോക്കിയ സിംഹം അവിടെ ഒരു സന്യാസി നിൽക്കുന്നത് കണ്ടു. ഈ ആട് ആ ഗുമ്മനെ വധിക്കാൻ നിന്നെ സഹായിക്കും. ഇതിനെ കൂട്ടിക്കൊണ്ടുപോകൂ. ആശ്ചര്യഭരിതനായി സിംഹം ചോദിച്ചു, സ്വാമി, ഗുമനൊരു സിംഹമാണ്. ഈ ആട് ഒരാഴന് എങ്ങനെയാ സിംഹത്തെ തോൽപ്പിക്കാൻ കഴിയുക? സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊരു സാധാരണ ആടല്ല, ഇതൊരു മാന്ത്രിക ആടാണ്. ആ ഗുമൻ സിംഹത്തെ ഇത് എളുപ്പം തോൽപ്പിക്കും. സന്യാസിയുടെ വാക്കുകൾ വിശ്വസിച്ച സിംഹരാജാവ് ആ ആടിനെയും കൊണ്ട് ഗുമനെ കാണാനെത്തി. എന്നെ തോൽപ്പിച്ചത് കൊണ്ട് നീ വലിയൊരു ശക്തിശാലി എന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്ന ഗുമൻ? ഓ, നീയായിരുന്നു. തോറ്റു തുന്നമ്പാടിയവരോട് ഈ സിംഹം സംസാരിക്കാറില്ല. നിന്റെ അഹങ്കാരം കളഞ്ഞിട്ട് ധൈര്യമുണ്ടെങ്കിൽ ഈ ആടിനോടൊന്ന് യുദ്ധം ചെയ്ത് നോക്ക്. ഈ ആടിനോട് ഞാൻ യുദ്ധം ചെയ്യണം? അതെ. ശരി, ഞാൻ ജയിച്ചാൽ നീ എന്ത് ചെയ്യും? നീ ജയിച്ചാൽ ഞാൻ നിന്റെ കൺമുമ്പിൽ ഒരിക്കലും വരില്ല. ശരി. ഇത്രയും പറഞ്ഞ ഗുമൻ തലയിൽ വൈരം പതിച്ച ആടിന്റെ നേർക്ക് പാഞ്ഞു. പക്ഷേ വജ്രം പതിച്ച ആട് ഗുമൻ സിംഹത്തെ ആടിച്ചു പഞ്ഞിട്ടു. ആസുര ശക്തിയുള്ളതുകൊണ്ട് ഗുമൻ വീണ്ടും എഴുന്നേറ്റു. എന്നെ കൊല്ലാൻ ശ്രമിക്കണ്ട, ഞാൻ മരണമില്ലാത്തവനാണ്. അട്ടഹസിച്ചുകൊണ്ട് ഗുമൻ വീണ്ടും ആടിനെ ആക്രമിക്കാൻ തുടങ്ങി. ആട് വീണ്ടും അവനെ കൊന്നു. പക്ഷേ വീണ്ടും അവൻ ഉയർത്തെഴുന്നേറ്റു. നീ എത്ര പ്രാവശ്യം കൊന്നാലും ഞാൻ തിരിച്ചുയർത്തെഴുന്നേക്കും. അതിനുശേഷം പല പ്രാവശ്യം മാന്ത്രിക ആട് ഗുമനെ കൊന്നുവെങ്കിലും ഗുമൻ തിരിച്ചു വന്നു. ഇത്തവണ ഉയർത്തെഴുന്നേറ്റ ഗുമൻ സിംഹം സിംഹരാജാവിനെ കണ്ട് കളിയാക്കി പറഞ്ഞു, എടാ, എന്നോട് തോറ്റ ശേഷം നിന്റെ സമനില തെറ്റിയോ? ഈ ആടിന് എന്നെ കൊല്ലാൻ പറ്റില്ല. നീ സ്ഥലം കാലിയാക്കാൻ നോക്കൂ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലേണ്ടി വരും. മനസ്സിലായോ? തോറ്റുപോയ സിംഹരാജാവ് മാന്ത്രിക ആടുമായി സന്യാസിയുടെ അടുത്തേക്ക് പോയി. സന്യാസിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അവന് മരണമില്ല. കൊന്നപ്പോഴൊക്കെ അവൻ ഉയർത്തെഴുന്നേറ്റു. എന്താണ് നിന്റെ രഹസ്യം സ്വാമി? സിംഹരാജാവ് പറഞ്ഞത് കേട്ട സന്യാസി കണ്ണടച്ച് ധ്യാനമഗ്നനായി. കുറച്ചു സമയത്തിന് ശേഷം കൺ തുറന്ന് ഇങ്ങനെ പറഞ്ഞു, സിംഹമേ, ഗുമൻ ഒരു അഘോരിയുടെ അടുത്തുനിന്ന് ആസുര ശക്തി കൈപ്പറ്റിയിരിക്കുന്നു. അവനെ തോൽപ്പിക്കാൻ എളുപ്പമല്ല. അപ്പോൾ നമുക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല അല്ലേ? അവനെ തോൽപ്പിക്കുന്നത് എളുപ്പമല്ല എന്നാ പറഞ്ഞത്, സാധ്യമല്ല എന്നല്ല. സ്വാമി, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ ഗുമനെ കൊല്ലണമെങ്കിൽ ആദ്യം നീ ആ അഘോരിയെ വേണം കൊല്ലാൻ. നീ അഘോരിയെ വധിക്കുന്ന ആ നിമിഷം ഗുമന്റെ ആസുര ശക്തി നഷ്ടപ്പെട്ടിരിക്കും. ഗുമനെ കൊല്ലാൻ പറ്റുന്നില്ല, പിന്നെ അല്ലേ ആ അഘോരിയെ? അതിനുള്ള മാർഗം എനിക്കറിയാം. എന്താ അത്? അതിനുള്ള സൂത്രം എന്റെ അടുത്തുണ്ട്. എന്താ അത്? ഞാൻ നിന്നെ എന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് ഗുമനെ പോലെയാക്കാം. നിനക്ക് ആസുര ശക്തിയും തരാം. പിന്നെ? നീ എന്നെ വേട്ടയാടി ഭക്ഷണമായി കൊണ്ടുപോകുന്നത് പോലെ അവിടെ എത്തിക്കണം. ഭക്ഷണമാണെന്ന് കരുതി അവൻ എന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും നീ അവനെ ആക്രമിച്ച് കൊന്നിരിക്കണം. അത്ര തന്നെ. ഞാൻ തന്ന ശക്തി കൊണ്ട് നിനക്ക് ആഘോരിയെ എളുപ്പത്തിൽ കൊല്ലാൻ പറ്റും. എന്റെ ആടെ, നീ ഒരു മിടുക്കിയാണല്ലോ. എല്ലാം ഈശ്വരന്റെ അനുഗ്രഹങ്ങൾ. ഇത്രയും പറഞ്ഞ ശേഷം മാന്ത്രിക ആട് തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് സിംഹരാജാവിനെ ഗുമനാക്കി മാറ്റി. രാത്രിയായപ്പോൾ സിംഹരാജാവ് ഗുമന്റെ വേഷത്തിൽ വജ്രം പതിച്ച ആടിനെയും കൊണ്ട് അഘോരിയുടെ അടുത്തെത്തി. സ്വാമി, ഇന്ന് നിങ്ങളുടെ ഭക്ഷണത്തിനായി ഞാനൊരു വിശിഷ്ട ആടിനെ കൊണ്ടുവന്നിരിക്കുന്നു. മാന്ത്രിക ആടിനെ കണ്ട് അഘോരിയുടെ മുഖം തിളങ്ങി. അയാൾ പറഞ്ഞു, എന്റെ അമ്മേ, വജ്രത്തെ പോലെ തിളങ്ങുന്ന ഒരാടോ? ഇതിന്റെ മാംസം കഴിക്കാൻ എന്ത് രുചിയായിരിക്കും. അതിശയിച്ച് പറഞ്ഞ അഘോരി ആടിന്റെ അടുത്തെത്തി. പെട്ടെന്നാണ് ഗുമൻ അവിടെ എത്തിയത്. തന്റെ രൂപത്തിലുള്ള മറ്റൊരു സിംഹത്തെ കണ്ട ഗുമൻ ഞെട്ടിത്തെറിച്ചു. നിക്കവിടെ. മറ്റൊരു ഗുമൻ സിംഹത്തെ കണ്ട് അഘോരിയും ഞെട്ടി. ഇതെന്താ? രണ്ട് ഗുമൻ സിംഹം. സ്വാമി, ആ ആടിനെ തിന്നരുത്, അതിലേതോ ഒരു ചതിയുണ്ട്. അഘോരി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ സിംഹരാജാവ് അഘോരിയെ ആക്രമിച്ചു കഴിഞ്ഞിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സിംഹരാജാവ് അഘോരിയെ കൊന്നു. അഘോരിക്ക് ജീവൻ നഷ്ടപ്പെട്ട അതേ സമയം തന്നെ ഗുമന്റെ ആസുര ശക്തിയും നഷ്ടപ്പെട്ടു. ഗുമൻ സിംഹം വീണ്ടും പഴയതുപോലെ ദുർബലനായി. ഉടനെ തന്നെ സിംഹരാജാവ് തന്റെ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതുവരയ്ക്കും മിണ്ടാതിരുന്ന മാന്ത്രിക ആട് ഗുമന്റെ നേർക്ക് ചീറിപ്പാഞ്ഞു. ആട് അവനെ ഇടിച്ചു കൊന്നു. സിംഹരാജാവേ, അങ്ങേക്ക് തിരിച്ചും അങ്ങയുടെ സിംഹാസനവും കാട്ടുരാജ്യവും കിട്ടിയിരിക്കുന്നു. അതിന് എന്റെ അഭിനന്ദനങ്ങൾ.
ധീരനും ദയാലുവുമായ മഹാരാജാവിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ആശംസകൾ അർപ്പിച്ച ശേഷം ആ സ്വാമിയും മാന്ത്രിക ആടും അപ്രത്യക്ഷരായി. സിംഹരാജാവ് വീണ്ടും അധികാരത്തിൽ അമർന്ന് തന്റെ പ്രജകളെ ധർമ്മനിഷ്ഠയോടെ പരിപാലിച്ചു. തങ്ങളുടെ രാജാവിനെ വീണ്ടും കിട്ടിയതിൽ കാട്ടുമൃഗങ്ങളൊക്കെ സന്തോഷിച്ചു. ഈ ഒരു കഥ ഇങ്ങനൊരു കാട്ടിലെയാണ്. അവിടുത്തെ സിംഹരാജാവ് അവിടുത്തെ മൃഗങ്ങളെ കാത്തു രക്ഷിക്കുന്നതിന് പകരം സ്വന്തം കാട്ടിലെ മൃഗങ്ങളെ കൊന്നു തിന്നുമായിരുന്നു. ഈയിടയ്ക്ക് അവന് വേട്ടയാടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രായമേറിയത് കൊണ്ടും അസുഖവും കാരണം എനിക്കിപ്പോൾ വേട്ടയാടാൻ കഴിയുന്നില്ല. ഇനി കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് വേട്ടയാടിയേ മതിയാവൂ. അപ്പോ ഒരു മുയലിനെ കണ്ട് സിംഹരാജാവ് പറയും, അല്ല മുയലേ, നീ ചോക്ലേറ്റ് കഴിക്കുന്നോ? അയ്യോ പേടിക്കണ്ട, ഞാൻ നിന്നെ ഒരിക്കലും കൊല്ലില്ല. ഞാൻ നിന്റെ അച്ഛന്റെ സുഹൃത്താണ്. അങ്ങന്റെ അച്ഛന്റെ സുഹൃത്താണോ അങ്കിൾ? അതെ, ഞങ്ങൾ രണ്ടും വളരെ അടുത്ത സുഹൃത്തുക്കളാ. അങ്കിൾ, അങ്ങന്റെ അച്ഛനെ എത്ര ദിവസം മുമ്പാണ് കണ്ടത്? ഇന്നുകൂടി കണ്ടതേ ഉള്ളൂ ഞങ്ങള്. മാത്രമല്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അങ്കിളെ, ഇന്ന് രാവിലെ കണ്ടെന്നാണോ അങ്കിള് പറയുന്നത്? എന്റെ അച്ഛൻ മരിച്ചു പോയിട്ട് 10 വർഷം കഴിഞ്ഞല്ലോ. അപ്പോ നീ നമ്മുടെ ഗിരിധരന്റെ മകനല്ലേ? അങ്കിളെ, എനിക്കറിയാം അങ്കിള് നുണയൊക്കെ പറഞ്ഞ് എന്നെ അങ്കിളിന്റെ അടുത്തേക്ക് വിളിച്ചെന്നെ വേട്ടയാടാനാ ശ്രമമെന്ന്. പക്ഷേ ഞാൻ അങ്കിളിന്റെ അടുത്തേക്ക് ഒരിക്കലും വരില്ലല്ലോ. ഇത്രയും പറഞ്ഞ് മുയൽ അവിടെന്ന് ഓടിപ്പോകും. അസുഖം വന്നതിന് ശേഷം ഒരു കൊച്ചു മുയലിനെ പോലും കൊല്ലാൻ പറ്റുന്നില്ല. ഇങ്ങനെ പോയാൽ എന്തായാലും ഞാൻ പട്ടിണി കിടന്ന് ചാവും. വയ്യാതിരിക്കുന്ന സിംഹരാജാവ് അസുഖം ഒന്ന് മാറ്റാനായി ഡോക്ടറിനെ വിളിപ്പിക്കും. മഹാരാജൻ, അങ്ങയുടെ അസുഖം പെട്ടെന്ന് മാറണമെങ്കിൽ ഒരു കാര്യം ചെയ്തേ പറ്റൂ. എന്ത് കാര്യം? പെട്ടെന്ന് പറയൂ. ഇന്ന് വരെ അങ്ങ് ദിവസവും വ്യത്യസ്ത തരം ജീവികളല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നു മുതൽ അങ്ങ് ദിവസവും ഒരു ജീവിയുടെ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. എന്നുവെച്ചാൽ അതിനർത്ഥം അങ്ങ് രാവിലെ ഏത് ജീവിയാണോ ഭക്ഷിക്കുന്നത് അതേ ജീവിയെ തന്നെ രാത്രിയിലും ഭക്ഷിക്കണമെന്ന്. എന്നാൽ അടുത്ത ദിവസം എനിക്ക് മറ്റൊരു ഇനത്തിൽപ്പെട്ട ജീവിയെ ഭക്ഷണം കഴിക്കാമല്ലോ അല്ലേ? അതെ, എന്നാൽ ആ ദിവസം ആ ജീവിയെ മാത്രമേ ഭക്ഷിക്കാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ അങ്ങയുടെ അസുഖം ഭേദമാവുന്നതാണ്. ഇത്രയും പറഞ്ഞ് ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. സിംഹരാജാവ് നോക്കുമ്പോ ആ വഴി ഒരു മാൻ നടന്നു പോകുന്നു. ഇന്ന് ഈ മാനിനെ കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും. അതിനെ ഒന്ന് വിളിച്ച് സിംഹരാജാവ് പറയും, അതേ പെൺമാനെ, ഒന്നിങ്ങോട്ട് വരുമോ? അതെ, നിന്നെക്കൊണ്ട് എനിക്ക് ചെറിയൊരു കാര്യമുണ്ട്. സിംഹരാജാവേ, ഞാൻ നിന്റെ കുഴിയിൽ വീഴാൻ പോകുന്നില്ല. എനിക്കറിയാലോ, മൃഗങ്ങളെയൊക്കെ ഇതുപോലെ വിളിപ്പിച്ച് ഭക്ഷിക്കാനുള്ള പരിപാടിയല്ലേ. മാൻ പോലും സിംഹരാജാവിന്റെ കുരുക്കിൽ വീണില്ല. ഇതൊക്കെ കണ്ട് സിംഹരാജാവ് ആലോചിച്ചു, എനിക്കിനി ഒരു ജീവിയെയും കിട്ടില്ലേ? എന്ത് ചെയ്യുന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. അപ്പോഴാണ് സിംഹരാജാവ് ബുദ്ധിയുള്ള കുറുക്കനെ ആലോചിക്കുന്നത്. കുറുക്കനെ അവൻ വിളിപ്പിക്കും. പറഞ്ഞോളൂ മഹാരാജൻ, എന്നെ എന്തിനാ വിളിച്ചത്? ചെന്നായേ, ഇപ്പൊ എനിക്ക് വയസ്സായി. മറ്റാരെങ്കിലും രാജാവായി വാഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിനക്ക് ഈ കാട്ടിലെ രാജാവാകാൻ ആഗ്രഹമുണ്ടോ? സിംഹരാജാവ് ഇത് പറഞ്ഞത് കേട്ട് കുറുക്കൻ ആകപ്പാടെ ഞെട്ടിപ്പോയി. തീർച്ചയായും. ഒരവസരം കിട്ടിയാൽ ഈ കാട് ഭരിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഒരു പരീക്ഷ എനിക്ക് നടത്തേണ്ടതുണ്ട്. പരീക്ഷയോ? എന്ത് പരീക്ഷ മഹാരാജൻ? വരുന്ന കുറച്ച് ദിവസത്തേക്ക് നീ എനിക്ക് ദിവസവും 3 ജീവികളെ കൊണ്ടുവന്ന് തരണം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ആ 3 മൃഗങ്ങളും ഒരിനത്തിൽപ്പെട്ടതായിരിക്കണം. സിംഹാസനം കയ്യിലാക്കാൻ വേണ്ടി എന്ത് സിംഹരാജാവ് പറഞ്ഞാലും അവൻ കേൾക്കും. കുറുക്കൻ ഒരു വഴി പോവുകയായിരുന്നു. അപ്പോഴാണ് 3 പശുക്കളെ അവൻ കാണുന്നത്. കസേരയ്ക്ക് വേണ്ടി നേതാക്കളെല്ലാം ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. അതുകൊണ്ട് ഞാനും ചില കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഈ പശുക്കളെ സിംഹരാജന്റെ അടുത്തെത്തിക്കും. അതിലെന്താ തെറ്റുള്ളത്? എന്തായാലും കസേര കിട്ടാൻ പോകുന്നത് എനിക്കല്ലേ. 3 പശുവിന്റെ അടുത്ത് കുറുക്കൻ ചെന്ന് പറയും, അതെ പശു സഹോദരിമാരെ, ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യമുള്ള ദിവസാ. അറിയോ, നിങ്ങളെ 3 പേരെ ഇന്ന് സിംഹരാജൻ വിളിച്ചിരിക്കുകയാണ്. സിംഹരാജാവ് ഞങ്ങളെ വിളിച്ചെന്നോ? എന്തിനാ? കാരണം നിങ്ങളിൽ ഒരാളെ അദ്ദേഹം മന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത്? നീ സത്യമാണോ പറയുന്നത്? അമ്മയാണ് സത്യം. ഞാൻ എന്തിനു നിങ്ങളോട് കള്ളം പറയണം? കുറുക്കൻ പറഞ്ഞത് കേട്ട് 3 പേരും വിശ്വസിച്ചു. അല്ല, രാജാവിനെ കാണാൻ ഞങ്ങൾ എപ്പോഴാ വരേണ്ടത്? 3 പേരും വെവ്വേറെ സമയങ്ങളിൽ പോയാ മതി. ആദ്യത്തെ ആള് രാവിലെ, രണ്ടാമത്തെ ആള് ഉച്ചയ്ക്ക്, പിന്നെ 3-ാമത്തെ ആള് വൈകുന്നേരം പോയാ മതി. 3 പേരും ആക്രാന്തം മൂത്ത് മന്ത്രിസ്ഥാനം കിട്ടാനായി
ഓരോ സമയത്തിലും സിംഹരാജാവിന്റെ അടുത്തേക്ക് പോകും. സിംഹരാജാവ് ഓരോ സമയമാകുമ്പോൾ അതിനെ ഭക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ കുറുക്കൻ ഓരോ ദിവസവും ഓരോ മൃഗങ്ങളെയും പൊട്ടന്മാരാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. സിംഹരാജാവ് ഇന്നത്തെ പോലെ അത് ഭക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. ഒരു ദിവസം 3 ആട് ഇലകൾ തിന്നുകയായിരുന്നു. ഇന്നെന്തായാലും ഈ 3 ആടുകളെ ടാർഗറ്റ് ചെയ്തേക്കാം. 3 ആടുകളുടെ അടുത്ത് ചെന്ന് കുറുക്കൻ പറയും, നിങ്ങളാ 3 ആടുകളല്ലേ? സിംഹരാജൻ എല്ലാ ദിവസവും സ്തുതിക്കുന്നത് നിങ്ങളെയല്ലേ? എന്ത്? ഞങ്ങളെ 3 പേരെയും കുറിച്ച് സ്തുതിച്ച് പറയുന്നോ? സ്തുതിക്കുന്നത് മാത്രമല്ല, പിന്നെ നിങ്ങളിൽ ഒരാളെ മന്ത്രിയാക്കാനും അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. നീ പറയുന്നത് സത്യമാണോ? അമ്മയാണ് സത്യം. ഞാൻ എന്തിനു നിങ്ങളോട് കള്ളം പറയണം? അതല്ല, സിംഹരാജാവിനെ കാണാൻ എപ്പോഴാ പോകേണ്ടത്? 3 പേരും വെവ്വേറെ സമയങ്ങളിൽ പോയാ മതി. ഒരാള് രാവിലെ, രണ്ടാമത്തെ ആള് ഉച്ചയ്ക്ക്, മൂന്നാമത്തെ ആള് വൈകുന്നേരം പോയാൽ മതി. ശരി, അപ്പൊ നാളെ രാവിലെ ആദ്യം ഞാൻ പോവാം. ഉച്ചയ്ക്ക് ഞാൻ പോയിക്കോളാം കേട്ടാ. വൈകിട്ടാകുമ്പോ ഞാൻ പോയിക്കോളാം. 3 വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഒന്നിനും അറിയില്ല, ഇന്ന് 3ന്റെയും കാര്യത്തിൽ തീരുമാനമാവുന്നു. കുറുക്കന് സന്തോഷമായി. എന്നിട്ട് അവിടെ നിന്ന് പോകും. എന്റെ റാണി, ഈ കുറുക്കൻ നമ്മളെ പൊട്ടിമാരായിട്ടാണോ കാണുന്നത്? അവൻ വിചാരിച്ചേക്കണ നമ്മൾ അവന്റെ വലയിൽ വീണെന്ന്. പക്ഷെ അവൻ അറിയില്ലല്ലോ നമ്മൾ അവനേക്കാളും കൂർമ്മ ബുദ്ധിയുള്ളവരാന്ന്. മഹാരാജൻ, ഇന്ന് അങ്ങേക്കായി ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? പെട്ടെന്ന് പറ. മഹാരാജൻ, ഇതുവരെ അങ്ങേക്ക് കനത്ത മാംസമാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് അങ്ങേക്ക് ഞാൻ വ്യത്യസ്തമായ മാംസമാണ് തരാൻ പോകുന്നത്. വ്യത്യസ്ത മാംസമോ? അതെ, ഇന്ന് ഞാൻ അങ്ങേക്കായി ആടിനെയാണ് തരാൻ പോകുന്നത്. കൊള്ളാം. ആടിനെ തിന്നു കഴിഞ്ഞാൽ എൻ്റെ അസുഖം പെട്ടെന്ന് മാറും. എല്ലാം ശരിയായി കഴിഞ്ഞാൽ എന്നെ മന്ത്രിയാക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. പിന്നെ തീർച്ചയായും തീർച്ചയായും. അടുത്ത ദിവസം രാവിലെ റാണി സിംഹരാജാവിന്റെ അടുത്തേക്ക് വരും. മഹാരാജാവ് നീലാൽ വാഴട്ടെ. മഹാരാജാവേ, കുറുക്കൻ പറഞ്ഞത് എന്നെ മന്ത്രിയാക്കുമെന്നാണല്ലോ. അതെ, എൻ്റെ അടുത്തേക്ക് വരൂ. ഞാൻ നിന്നെ ആലിംഗനത്തോടെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നല്ല ബുദ്ധിയുള്ള ആട് അപ്പൊ ബുദ്ധിയോടെ പറയും, മഹാരാജാവേ, കുറുക്കൻ കള്ളം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഇവിടെ മന്ത്രിയാക്കാനൊന്നും അല്ല വിട്ടത്. എന്നെ നിങ്ങൾക്ക് ഭക്ഷിക്കാനല്ലേ വിട്ടത്. ആട് പറഞ്ഞത് കേട്ട് സിംഹരാജാവ് ഞെട്ടിപ്പോയി. മഹാരാജാവേ, അങ്ങേക്ക് എന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊന്നോളൂ. പക്ഷെ എന്നെ കൊന്നാൽ നിങ്ങളുടെ ജീവന് അപകടമായിരിക്കും. എൻ്റെ ജീവൻ അപകടത്തിലാവുന്നു? അതെങ്ങനെ? അതെന്താന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു രോഗം പിടിവിട്ടു. ഇനി നിങ്ങൾ എന്നെ ഭക്ഷിക്കുകയാണെങ്കിൽ ആ അസുഖം നിങ്ങൾക്കും കൂടെ പകരും. റാണിയാട് പറഞ്ഞത് കേട്ട് സിംഹരാജാവ് പേടിച്ചു പോകും. എനിക്ക് അസുഖം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ വേഗം പോകൂ ആടെ. ആട് പോകുന്നതിന് മുൻപ് സിംഹരാജാവിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് പോകും. രാജാവേ, നിങ്ങളുടെ ഈ അസുഖത്തിന്റെ പോം വഴി എൻ്റെ ഉണ്ട്. പക്ഷെ അതിനുള്ള പോം വഴി ഞാൻ നിങ്ങളുടെ അടുത്ത് നാളെ പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് റാണി ആട് അവിടെ നിന്ന് തിരിച്ചു പോകും. ഉച്ച സമയത്ത് പ്യാരി ആട് അവന്റെ അടുത്തേക്ക് എത്തും. മഹാരാജാവ് നീനാ പറയട്ടെ. പറയൂ രാജാവേ, എന്ത് സേവയാണ് ഞാൻ ചെയ്യേണ്ടത്? അല്ല, നിനക്കും അറിയുമോ ഞാൻ നിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന്? അതെ മഹാരാജാവേ, എന്നെ കൊന്നിട്ട് ഭക്ഷിക്കാനല്ലേ പോകുന്നത്? പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അതെ, കാരണം എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് പറ്റില്ല. ഞാൻ നിന്നെ കൊല്ലില്ലെന്നോ? എന്തുകൊണ്ട്? അതെന്റെ ജാതകത്തിൽ എഴുതിയതാ. ആരാണോ എന്നെ കൊല്ലുന്നത്, എന്റെ ജാതക പ്രകാരം ആയാള് തന്നെ മരിച്ചു പോകും. ഇത് കേട്ടതോടെ സിംഹരാജാവ് ഒന്നുകൂടെ പേടിച്ചു. എന്ത്, നീ ശപിക്കപ്പെട്ട ആടാണെന്നോ? അതെ. ഞാൻ നിന്നെ കൊല്ലില്ല. നിനക്ക് ഇവിടെ നിന്ന് പോവാം. നന്ദിയുണ്ട് രാജാവേ. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്യാരി ആട് അവിടെ നിന്ന് പോകാൻ നോക്കും. പോകുന്ന വഴി തന്നെ പ്യാരി ആടും അത് തന്നെ പറയും. മഹാരാജാവേ, നിങ്ങളുടെ അസുഖത്തിനുള്ള പോകും വഴി എന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ പോകും വഴി ഞാൻ നിങ്ങളോട് നാളെ പറയാം. രണ്ടാടും ഇത് തന്നെയാണല്ലോ പോകുമ്പോ പറഞ്ഞെന്ന് ആലോചിച്ച് ചിന്തയിലായി രാജാവ്. രണ്ടാടുകളും പോകുന്ന വഴിക്ക് ഒരേ കാര്യം തന്നെ പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? രാത്രി സമയമാകുമ്പോ ദുലാരി ആടും സിംഹരാജാവിന്റെ അടുത്ത് വന്ന് പറയും, മഹാരാജാവേ, എന്നെ പെട്ടെന്ന് തന്നെ തിന്നുവോ? തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടും. ആട് പെട്ടെന്ന് തിന്നോളാൻ പറഞ്ഞപ്പോ സിംഹരാജാവ് ആ കാര്യം ആലോചിച്ചൊന്ന് ചിന്തയിലായി. സാധാരണ ആളുകൾ ജീവന് വേണ്ടി യാചിക്കുന്നു, എന്നാൽ ഈ ആട് മരിക്കാൻ വേണ്ടിയാണല്ലോ ആഗ്രഹിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? മഹാരാജാവേ, എന്നോട് ഇത്തിരി അലിവ് കാണിക്കണേ. പെട്ടെന്ന് എന്നെ അങ്ങ് തിന്നു കളയാമോ? പെട്ടെന്ന് എന്നെ കൊന്നു തിന്നാമോ ഒന്ന്? അല്ല ആടെ,
നീ മരിക്കാനായി ധൃതി പിടിക്കുന്നത് എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? മഹാരാജാവേ, എന്നോടൊരു യോഗി പറഞ്ഞിരുന്നു, ഈ ജന്മത്തിൽ ആരാണോ എന്നെ കൊല്ലുന്നത് അടുത്ത ജന്മത്തിൽ കൊന്ന ആളുടെ അവതാരമെടുത്ത് ഞാൻ വരുമെന്ന്. അതിനർത്ഥം അടുത്ത ജന്മത്തിൽ നീ സിംഹമാവുമെന്നാണോ? അതെ, അതുപോലെ എന്നെ കൊല്ലുന്ന ആള് എന്റെ രൂപം ധരിക്കുമെന്ന്. ഞാൻ ആടാവുമെന്നല്ല അതിന്റെ അർത്ഥം. അതെ മഹാരാജാവേ. എങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും കൊല്ലില്ല. കാരണം അടുത്ത ജന്മത്തിൽ ഞാൻ ആടാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാ പിന്നെ ഞാനങ്ങ് പോകട്ടെ. അതെ, പൊക്കോ. ഇപ്രാവശ്യവും ദുലാരി ആട് പോകുന്ന വഴി അതേ കാര്യം തന്നെ പറഞ്ഞിട്ട് പോകും. മഹാരാജാവേ, നിങ്ങളുടെ അസുഖത്തിനുള്ള പോകും വഴി എന്റെ കയ്യിലുണ്ട്. ആ പോകും വഴി ഞാൻ നിങ്ങൾക്ക് നാളെ പറഞ്ഞു തരാം. ഈ ആടും പോകുന്ന വഴിക്ക് ഒരേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? അടുത്ത ദിവസം രാവിലെ സിംഹരാജാവ് ആ 3 ആടിനെയും കാത്തു നിൽക്കുകയാണ്. അപ്പോ 3 ആടും അവിടെ വരും. ഞാൻ നിങ്ങളെ തന്നെ കാത്തിരിക്കുകയായിരുന്നു. പറയൂ ആടുകളെ, ആരുടെ മരുന്നാണ് എന്റെ അസുഖം മാറ്റാൻ പോകുന്നത്? മഹാരാജാവേ, നിങ്ങളുടെ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറുക്കന്റെ മാംസം തിന്നണം, ആടിന്റെ അല്ല. അതേ മഹാരാജാവേ, കുറുക്കന്റെ മാംസം തിന്നാൽ നിങ്ങൾ പഴയതുപടി ആരോഗ്യമുള്ളവനാവും. അതല്ല, കുറുക്കന്റെ മാംസം നിങ്ങൾ തിന്നുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ദൈവത്തിന്റെ അടുത്തോട്ട് പോകാൻ പറ്റും. ഇല്ല, ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇന്ന് തന്നെ കുറുക്കന്റെ മാംസം ഭക്ഷിക്കുന്നതാണ്. ആ, അങ്ങനെയാണെങ്കിൽ രാജാവേ, ഞങ്ങള് പോട്ടെ. 3 ആടുകളും സിംഹരാജാവിന്റെ വേട്ടയാവുന്നതിൽ നിന്നും രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകും. എന്നാൽ കുറുക്കനെ അവിടെ ബലി കൊടുക്കുകയും ചെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞ് സിംഹരാജാവിന് ആരോഗ്യം വീണ്ടും കിട്ടിയപ്പോ ഈ 3 ആടുകളെ മന്ത്രിയാക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.